മനുഷ്യൻ്റെ അവസ്ഥ യഥാർത്ഥത്തിൽ ഈ ഹൃദയം നോക്കിയാൽ മനസ്സിലാവും. ഹൃദയം വല്ലാതെ മിടിക്കുന്നത് നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്ന അവസരങ്ങളിലാണ്. ദിൽ ധടക്കനെ കാ സബബ് യാദായ, അത് നിൻ്റെ ഓർമ്മകൾ കൊണ്ടായിരുന്നു. തു മുസീബത്ത് മേ അജബ് യാദായ, സമൂഹം എന്നെ ഞെരിച്ചുടക്കുന്നുണ്ട്. സ്നേഹത്തിലാവുക എന്നുള്ളത് ഹൃദയത്തെ അത്രമേൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. പര്യായത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ്റെ അവസ്ഥ യഥാർത്ഥത്തിൽ അറിയാവുന്നത് ഹൃദയത്തിനാണ്. സന്തോഷങ്ങളിൽ, സന്താപങ്ങളിൽ, അവൻ്റെ ഓരോ നിമിഷങ്ങളിലും ആ ഹൃദയത്തിൻ്റെ മിടിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചില സമയത്തത് ക്രമാതീതമായി വർദ്ധിക്കും, ചില സമയത്ത് ആ മിടിപ്പിൻ്റെ എണ്ണം കുറയും. മനുഷ്യൻ്റെ അവസ്ഥ യഥാർത്ഥത്തിൽ ഈ ഹൃദയം നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് തൊട്ടു നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ, അസ്വസ്ഥനാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ. ഹൃദയം വല്ലാതെ മിടിക്കുന്നത് നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്ന അവസരങ്ങളിലാണ്. ആ അസ്വസ്ഥത ചിലപ്പോൾ ഒരു സന്തോഷത്തിലേക്കുള്ള വഴിയായിരിക്കാം, മറ്റു ചിലപ്പോൾ അത് വലിയ ദുഃഖത്തെ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം, എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയുടെ പുറത്തായിരിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ആ ഹൃദയസ്പന്ദനം നമ്മുടെ അവസ്ഥയുടെ പ്രതിഫലനമാണ് എന്ന് പറയാൻ സാധിക്കും. നാസിർ കസ്മിയുടെ വളരെ പ്രസിദ്ധമായൊരു ഗസലുണ്ട്, ദിൽ ധടക്കനെ കാ സബബ് യാദായ എന്ന് തുടങ്ങുന്നൊരു ഗസൽ. അതൊരു കാമുകൻ്റെ ഹൃദയത്തെയാണ് വരച്ചു വെക്കുന്നത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നു. അത് ഏത് ഓർമ്മയിലാണ്, എന്തുകൊണ്ടാണ് എന്നവന് മനസ്സിലാകുന്നേയില്ല. പെട്ടെന്നാണത് ഓർമ്മ വന്നത്. ദിൽ ധടക്കനെ കാ സബബ് യാദായ, വോ തെരി യാദ് ഥി അബ് യാദായ. ദിൽ ധടക്കനെ കാ സബബ് യാദായ, എൻ്റെ ഹൃദയം ഇങ്ങനെ പെരുമ്പറ മുഴങ്ങും പോലെ മുഴങ്ങുന്നുണ്ട്. അതിൻ്റെ മിടിപ്പെനിക്ക് എണ്ണാൻ സാധിക്കുന്നില്ല. എന്തു തന്നെ ആയിരുന്നാലും സാധാരണ മിടിക്കും പോലെ അല്ല അത് മിടിക്കുന്നത്. അങ്ങനെ മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും? ഞാൻ കുറേ നേരമായി ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വല്ല അസ്വസ്ഥതയും എന്നെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. വല്ല ദുഃഖങ്ങളും എന്നെ പിന്തുടരുന്നുണ്ടോ? ഓർമ്മയിലില്ല. പിന്നെ എന്തായിരിക്കും? അത് ആ കാരണം ഇപ്പോൾ പിടികിട്ടിയിരിക്കുന്നു. ആ കാരണം ഇപ്പോൾ മനസ്സിലായിരിക്കും. വോ തെരി യാദ് ഥി അബ് യാദായ, അത് നിൻ്റെ ഓർമ്മകൾ കൊണ്ടായിരുന്നു. എനിക്കിപ്പോൾ അത് ഓർമ്മ വന്നു. നിൻ്റെ ഓർമ്മകളാണ് എൻ്റെ ഹൃദയത്തെ ഇത്രമേൽ അസ്വസ്ഥമാക്കുന്നത്, എൻ്റെ ഹൃദയത്തെ ഇത്രമേൽ മിടിപ്പേറ്റുന്നത്. നിൻ്റെ ഓർമ്മകൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മുഴുവൻ സാധാരണ നിലയിൽ നിന്ന് എൻ്റെ മനസ്സ് വ്യതിചലിക്കുകയാണ്. ആ ഓർമ്മകൾ എന്നെ അത്രമേൽ അലട്ടുന്നുണ്ട്. നമ്മുടെ പ്രണയത്തിൻ്റെ ഓർമ്മകൾ, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷത്തിൻ്റെ ഓർമ്മകൾ. നല്ല ഓർമ്മകളായിരുന്നു അവയെങ്കിലും ഇപ്പോൾ അത് എന്നിൽ വല്ലാതെ അസ്വസ്ഥത നിറക്കുന്നുണ്ട്. ഈ ഈരടി പറഞ്ഞു വെച്ചതിന് ശേഷം നാസിർ കസ്മി പറയുന്നത് മറ്റൊരു സംഗതിയാണ്. ഒരു പ്രണയം മനുഷ്യനെ എത്രമേൽ ബാധിക്കുന്നു എന്നുള്ളത് കൃത്യമായി വെളിവാക്കുന്ന ഒരു ഈരടിയാണ് അദ്ദേഹം മുന്നിൽ വെക്കുന്നത്. ആജ് മുഷ്കിൽ ഥാ സംഭൽനാ ഏ ദോസ്ത്, തു മുസീബത്ത് മേ അജബ് യാദായ. ആജ് മുഷ്കിൽ ഥാ സംഭൽനാ ഏ ദോസ്ത്, ഇന്ന് എന്നെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു, വളരെ കടുപ്പമായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ സൗഹൃദങ്ങൾ, എൻ്റെ ചുറ്റുപാടുകൾ എല്ലാം എന്നെ അലട്ടുന്നുണ്ട്. തു മുസീബത്ത് മേ അജബ് യാദായ, ഈ ദുരിതങ്ങളൊക്കെ
എന്നെ അലട്ടുമ്പോഴും എന്നെ പിടിച്ചു മുറുക്കുമ്പോഴും വല്ലാത്തൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. എന്താണ് അത്ഭുതം എന്നല്ലേ? അജബ്, യാദായ, നിൻ്റെ ഓർമ്മ വന്നു എന്നുള്ളതാണ് അത്ഭുതം. അത് വല്ലാത്ത അത്ഭുതം തന്നെയാണ്. കാരണം ഇത്രയേറെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞാൻ നിന്ന് ഉരുകുകയാണ്. സമൂഹം എന്നെ ഞെരിച്ചുടക്കുന്നുണ്ട്. പക്ഷേ നിൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഉള്ളിലേക്ക് വരാൻ വലിയ താമസമൊന്നും ഉണ്ടായില്ല. ഈ പ്രയാസങ്ങൾക്കിടയിലും ആ ഓർമ്മ എന്നെ തലോടി വന്നു. എൻ്റെ ഈ മുസീബത്തുകളെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് അത് മുന്നിലേക്ക്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഈ തിരക്കുകൾക്കിടയിൽ, ഈ പ്രയാസങ്ങൾക്കിടയിൽ നിൻ്റെ ഓർമ്മക്ക് കടന്നു വരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായതില്ല. ഹൃദയത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നാസിർ കസ്മി പറഞ്ഞു വെക്കുന്നത്. സ്നേഹത്തിലാവുക എന്നുള്ളത് ഹൃദയത്തെ അത്രമേൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. സ്നേഹത്തിലായ ശേഷം അത് വിട്ടുപോവുക എന്നുള്ളത് അതിനെ ദുഃഖിപ്പിക്കുന്നതുമാണ്. ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള ഓർമ്മകൾ ഈ രണ്ടിനെയും തൊട്ടുനിർത്തുന്ന ഒരു സംഗതിയാണ്. ആ വേദനയെ അത് തൊട്ടുനിർത്തും. പഴയ ഓർമ്മകളെ മധുരിതമായി നമുക്ക് അനുഭവപ്പെടുത്തും. പക്ഷേ ഈ മധുരിതമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ നമ്മെ അവസാനം ചെന്നെത്തിക്കുന്നത് വലിയ ദുരിതങ്ങളിലേക്കാണ്, വലിയ സങ്കടങ്ങളിലേക്ക്. ഈ ഗസലിൽ അദ്ദേഹം വേറെയും കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ഒരു പ്രണയം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് നാസിർ കസ്മി വരച്ചു വെച്ചത്. മറ്റ് ഈരടികളുമായി നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ കാണാം. ഏറെ നന്ദി.